വേങ്ങര ഭാഗത്ത് അതിമനോഹരമായിട്ടൊരു കുളമുണ്ട്. ഏക്കറക്കുളം എന്നാ പറഞ്ഞത്. ആ ഏക്കറക്കുളത്തിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ട് കുളിക്കാൻ പോയി. നല്ല ഭംഗി മനോഹരമായിട്ടുള്ള ഒരു കുളവും ആ പരിസരമൊക്കെയാണ്. അപ്പോൾ ആ ഭാഗത്തുള്ള കാഴ്ചകളും അവിടെയുള്ള കുളിക്കുന്ന ഇതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ പോയിട്ട് വെള്ളത്തിൽ ചാടി കുളിക്കുക. അതിൻ്റെ ഒരു വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. വേങ്ങര കിളിനക്കോട് ഭാഗത്താണ്. ഗ്രാമക്കാഴ്ചകളും ഇതുപോലുള്ള പച്ചപ്പുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന തോന്നുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ആദ്യം ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെയാണ് നല്ല ഭംഗിയുള്ള ഈ സ്ഥലവും ഈ കുളമൊക്കെ കണ്ടപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ച്. അപ്പൊ ഞങ്ങൾ വണ്ടി ഇവിടെ ഒരു സൈഡിൽ, റോഡ് സൈഡിൽ തന്നെ വെച്ചിട്ട് പോവുകയാണ്. ഒരു തോട്ടത്തിലൂടെ അങ്ങോട്ട് പോകാൻ ഉണ്ട്, ഒരു പാടത്തിന്റെ ഭാഗത്തേക്ക്. ഇത് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് വരുന്ന വഴി. ഒരു കല്ലൊക്കെ വിരിച്ച ഒരു ഭാഗമാണ്. ഇതാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കുളം. അപ്പൊ ഇങ്ങനെയുള്ള കുളങ്ങള്, അതുപോലെയുള്ള വെള്ളക്കെട്ടുകളൊക്കെ കണ്ടാൽ ചാടി കുളിക്കണം എന്നുള്ളൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ. അപ്പോൾ കുറെ നാളായിട്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ പോകണം എന്ന് വിചാരിച്ചത്. അപ്പോൾ രണ്ടുപേര് ഇങ്ങനെ പ്രവാസികളായിരുന്നു. അവരൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ വന്നതാണ്. ഇതാണ്, ഡ്രസ്സൊക്കെ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക, അതുപോലെ മീൻ പിടിക്കാൻ പോവുക. ഇതാണ്, ഈ വഴിയാണ് അങ്ങോട്ട് നമുക്ക് ആ കുളത്തിന്റെ ആ കരയിലേക്ക്, ആ സ്റ്റെപ്പുമൊക്കെ പോകാനുള്ളത്. നല്ല കരിങ്കല്ല് കൊണ്ട് കെട്ടി നല്ല രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നീന്തം അറിയാത്തവരൊന്നും ഇതിലേക്ക് വരാൻ പറ്റൂല കേട്ടോ. നല്ല ആഴമുണ്ട്. നീന്താനൊക്കെ അറിയുന്നവര് വന്നാൽ മതി. അപ്പൊ വേങ്ങര കിളിനക്കോട് ഭാഗത്താണ് ഇത്. ഏകദേശം വേങ്ങര ടൗണിൽ നിന്ന് ഒരു 4-5 കിലോമീറ്ററിന്റെ ഉള്ളിലാണിത് ഈ കുളം ഉള്ളത്. ഈ വഴി സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ഇനി നമുക്ക് അങ്ങോട്ട് പോകാനുള്ളത്. അപ്പോൾ വഴി ഒന്നും കറക്റ്റ് അല്ലെങ്കിലും എന്നാലും ചില ഭാഗത്തൊക്കെ തൊടൂല, ആ മുൻവശത്തൊക്കെ കാണുന്ന തോട്ടങ്ങളിലൂടെയൊക്കെ ഇറങ്ങിയിട്ട് ആളുകൾ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും നീന്തലും ഒക്കെ അറിയുന്നോണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നീന്തൽ അറിയാത്തവരൊന്നും ഇതിൽ വന്ന് ചാടരുത്. നേരത്തെയൊക്കെ ഇതിൽ ചാടിയിട്ട് മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ ബെറ്റ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീന്തലൊക്കെ നടത്തിയിട്ട്. അപ്പൊ അതിലൊന്നും പെടാതിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യാതെ അങ്ങനത്തെ അറിയാത്തവരൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുക. നല്ല ആഴമുണ്ട്. 2-3 ആഴത്തിൽ വെള്ളമുണ്ട്. അപ്പോൾ പുഴയിലൊക്കെ ചാടുമ്പോൾ നമുക്ക് ഒഴുക്കുകളൊക്കെ ഉണ്ടാവും. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല എൻജോയ്മെന്റ് ചെയ്ത് ഇതിലിങ്ങനെ ചാടി കുളിക്കാന്. അപ്പൊ എല്ലാവരും ഇങ്ങനെ കിട്ടിയപ്പോൾ, ഒരു ചാൻസ് കിട്ടിയപ്പോൾ നമ്മള് ഒരു വൈകുന്നേരം ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ ഇത്രയും നല്ലൊരു മനോഹരമായൊരു ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. ഒരു ചെറിയൊരു വീഡിയോ ആക്കാമെന്ന്, നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരാന്ന്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അറിയില്ല. കഴിഞ്ഞൊരു മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടീന്. അതൊക്കെ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. എന്നാൽ വീണ്ടും ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.